ഞാൻ ഇപ്പോൾ ഇക്കാൻ്റെ വീട്ടിലാണ്. അപ്പോൾ എണീറ്റ പാടെ ഞാൻ ബെഡെല്ലാം കുടഞ്ഞതാണ്. കാര്യം അവർ രണ്ടുപേരും ബെഡിലുണ്ടെങ്കിൽ അവർ മാറത്തരില്ല, വെറുതെ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരില്ലാത്ത സമയത്ത് ഞാൻ ബെഡെല്ലാം കുടഞ്ഞിട്ടാണ്. ഇതൊരു തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഇവരെല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പോയിക്കണം, ആരും ഇല്ല ഇവിടെ. അതുകൊണ്ട് ഇവളി വിഷമിച്ചേക്കണത്. ഇത് ഇക്കാൻ്റെ കസിൻ്റെ കുട്ടിയാണ്. ഇവളെ മദ്രസയിൽ പോയിട്ടില്ല, ഇവളെ മടി പിടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കണതാണ്. പക്ഷേ ഇവൾക്ക് കളിക്കുന്നതിനൊന്നും കുഴപ്പമുണ്ടായില്ല. ഇവളെ ഏതോ ഇവിടെ നിന്ന് ഒരു ബട്ടർഫ്ലൈനെ പിടിച്ചോണ്ടൊക്കെയാണ്. എൻ്റെ മോൾക്ക് പിന്നെ എല്ലാത്തിനെയും പേടിയാണ്. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾക്ക് ആർക്കും ഒന്നിനെ പേടില്ല. പാറ്റിനെ ആയാലും പല്ലീനെ ആയാലും എല്ലാത്തിനെയും പിടിച്ച് കൈ പിടിക്കും. ഇവൾക്കൊരു ചെറിയ അനിയനുണ്ട്, അവൻ നെസാന് ചെറുതാണ്, പക്ഷെ അവനക്ക് ഒന്നിനെ പേടിയില്ല. അവൻ എല്ലാത്തിനെയും പൂച്ചനെ വരെ അവനെടുത്ത് കൈ പിടിക്കും. എൻ്റെ മോൾക്ക് പിന്നെ എല്ലാത്തിനെയും പേടിയായതുകൊണ്ട് അവളൊന്നും തൊടില്ല. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാടുകളിൽ കൂടെയൊക്കെ ഈ കുട്ടികൾ ഇങ്ങനെ നടക്കും. പക്ഷേ എനിക്ക് പേടിയായിട്ട് ഈ കാടുകളിൽ കൂടെയൊക്കെ നടക്കാൻ എന്തെങ്കിലുമൊക്കെ കടിച്ചു കഴിഞ്ഞാലേ അറിയ പോലും ഇല്ല. പിന്നെ അവൾക്ക് ഫുഡ് എടുത്താണ് കഴിക്കാറുണ്ട്. ഇവളെ കണ്ണോട് കഴിക്കുമല്ലോ എന്ന് കരുതി എടുത്താണ്. പക്ഷേ ഇവളൊന്നും കഴിച്ചില്ല. ഇവിടെ നിന്നാണ് ഈ പൂമ്പാറ്റേനൊക്കെ പിടിച്ചുകൊണ്ടുവന്നത്. കുറേ എണ്ണത്തിനെ എനിക്ക് പിടിച്ച് കഴിക്കൊണ്ടുവന്നു. ഞാനെല്ലാത്തിനെയും പറത്തി വിടും. ഇവളെല്ലാത്തിനെയും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് അവിടെ കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഒന്ന് രണ്ടെണ്ണത്തിനെ സ്കൂളിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ കൈ കൊണ്ടുവന്നതിനൊക്കെ ഞാൻ പറത്തി വിടും. പിന്നെ ഞാൻ 2-3 ഇക്കാവും കൊടുത്തു. ഇക്ക പിന്നെ അതിനൊക്കെ പറത്തി വിടുന്ന താമസം അവർ ജീവനും കൊണ്ട് ഓടാണ്. കാര്യം അവളുടെ കയ്യിൽ പെട്ടിട്ട് വന്ന പൂമ്പാറ്റകളാണ്. എൻ്റെ കൈ കിട്ടുമ്പോൾ തന്നെ ഞാൻ പറത്തി വിടാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അകത്ത് കൊണ്ടുവന്ന് ഇവളെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിലെ പണിയിലേക്ക് പോകണേണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.